നമസ്കാരം. നെടുമ്പാശ്ശേരിയിൽ 46കാരുടെ മരണത്തിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നെടുമ്പാശ്ശേരി സ്വദേശി അനിത കൊല്ലപ്പെട്ടത്. അനിതയെ ആശുപത്രിയിൽ എത്തിച്ചത് മകൻ വിനു തന്നെയായിരുന്നു. തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനിതയുടെ ദേഹത്ത് ഗുരുതരമായ മുറിവുകൾ കണ്ടെത്തിയതോടെ മരണത്തിൽ ദുരൂഹത വർദ്ധിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നും 26കാരനായ മകൻ വിനു അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിയുകയായിരുന്നു. അമ്മയെ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. വിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളത്തൂവലിലെ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അറിയിച്ചു. വാടക വീട്ടിൽ അമ്മയും മകനും മാത്രമായാണ് താമസിച്ചിരുന്നത്. മകനായ വിനുവിന്റെ മൊഴികളിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ വിനു കുറ്റം സമ്മതിക്കുകയും കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. അമ്മിക്കല്ലുകൊണ്ട് വടികൊണ്ടും തലക്കടിച്ചാണ് താൻ അമ്മയെ കൊലപ്പെടുത്തിയെന്ന് വിനു പോലീസിനോട് സമ്മതിച്ചു. അനിതയുടെ പേരിലുള്ള വെള്ളത്തൂവലിലെ സ്വത്ത് സ്വന്തമാക്കുകയായിരുന്നു കൊലപാതകത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും പ്രതി മൊഴി നൽകി. മറ്റൊരു വീട്ടിൽ താമസിച്ചിരുന്ന അനിതയെ ശനിയാഴ്ചയാണ് വിനു താൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. തൊട്ടടുത്ത ദിവസമായ ഞായറാഴ്ച ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. അറസ്റ്റിലായ വിനുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.